വെറും 5 മിനിറ്റ് കൊണ്ട് സിമ്പിളായിട്ട് നമുക്കൊരു രസം ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കിയാലോ? ഒരു 10, 15 അല്ലി വെളുത്തുള്ളി, ഒരു ടൊമാറ്റോ, 2 കഷ്ണം ചെറിയ ഉള്ളി, ഒരു 10, 20 കുരുമുളക്, കുറച്ച് ജീരകം ട്ടോ, 3, 4 പഴുത്ത മുളക് ട്ടോ. ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിനകത്തിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ട്ടോ. ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി ഇട്ടിട്ടുണ്ട്, ക്രഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളി ട്ടോ. ഇത് നമുക്ക് വെള്ളത്തിലിട്ടിട്ടുണ്ട്, സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പണി ആരംഭിക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി വന്നപ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് രസം ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് ഉലുവ മണീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ട്ടോ. ഇത് എൻ്റെ സ്റ്റൈൽ രസമാണ് കേട്ടോ. പലർക്കും വ്യത്യസ്തമായിട്ടായിരിക്കുമല്ലോ ഉണ്ടാക്കണത്. ഞാനിവിടെ രസം ഇങ്ങനെയാണ് ഉണ്ടാക്കണത്. ഇതൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ. പൊട്ടി വന്നപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കണത്. ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഐറ്റംസ് ഇല്ലേ മിക്സിയിൽ, അത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പലരും പല രീതിക്കാണ് വെക്കുന്നത്. ഇതെല്ലാം ഒരു കലത്തിലെല്ലാം അരിഞ്ഞിട്ടിട്ട് ആവശ്യത്തിന് വെള്ളം, പൊടികളൊക്കെ ഇട്ടിട്ട് അങ്ങനെയും വേവിക്കാം. ഇങ്ങനെ വെളിച്ചെണ്ണയിൽ കടുകൊക്കെ താളിച്ച് ഒന്ന് വഴറ്റിയെടുത്തിട്ട് അങ്ങനെയും വേവിക്കാം. ഞാനിങ്ങനെയാണ് വെക്കണത്. ഒരുപാടൊന്നും വഴണ്ട് വരണ്ട കേട്ടോ. എന്നാലും ഒന്ന് അത്യാവശ്യം വഴറ്റിയെടുക്കുന്നുണ്ട്. നമുക്കിതിനകത്തോട്ടെ കുരുമുളകൊക്കെ ഉണ്ടെങ്കിലും ഒരു ടീസ്പൂൺ മുളക് പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി ട്ടോ. ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് കായപ്പൊടി ട്ടോ. കായപ്പൊടി നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം ട്ടോ. ഇനി ഇതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ആ പച്ചമണം മാറണ പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ട്ടോ. ഇനി നമുക്ക് ആ പുളിവെള്ളം അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ട്ടോ. കുരുമുളകും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് ഉണ്ട്. ഞാൻ ചതയ്ക്കാൻ ചേർത്ത് കൊടുത്ത മുളകുണ്ടല്ലോ, അത് അത്യാവശ്യം നല്ല എരിവുള്ള മുളകായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എരിവ് നോക്കിയിട്ട് വേണം അവിടെ ഇട്ട് കൊടുക്കാനായിട്ട്. എല്ലാ എരിവും കൂടി ആകുമ്പോൾ നമുക്ക് വായിൽ വെക്കാൻ പറ്റില്ല. എൻ്റെ മുളക് പൊടിക്ക് എരിവ് കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത് കേട്ടോ. ഇനി ഒന്ന് തിളപ്പിച്ച് എടുക്കണ്ട കേട്ടോ. ഒരു 2 മിനിറ്റ് നമുക്കിങ്ങനെ തിളപ്പിച്ചെടുക്കാം. ഇതിൽ അത്യാവശ്യം വേണ്ടത് മല്ലിയിലയായിരുന്നു കേട്ടോ. മല്ലിയില എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. രസം വെക്കാനായിട്ട് പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ കേട്ടോ. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പം അതുകൊണ്ട് മല്ലിയില ഒന്നും നോക്കിയില്ല. കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ കിടിലൻ രസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.